നമസ്കാരം, നാട്ടിലെ ടിവിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചുകോയിക്കൽ 75-ാം ബ്ലോക്കിലാണ്. ഇവിടെ ഇന്നലെ സമാന രീതിയിൽ 2 വീടുകളിൽ മോഷണം നടന്നിരിക്കുന്നു. ഞാൻ ഇന്നലെ രാവിലെ 5 മണിയായപ്പോൾ ഓട്ടം പോയിട്ട് ഞാൻ വൈകിട്ട് 8 മണിയായി വന്നപ്പം കഥ തുറന്ന് അകത്ത് കയറി നോക്കിയപ്പം അടുക്കളയിലെല്ലാം പാത്രമെല്ലാം വലിച്ചു വാരിയിട്ടത്. നോക്കിയപ്പോൾ അടുക്കള കഥ തുറന്ന് കിടക്കുകയാണ്. അന്നേരം നോക്കിയപ്പോഴാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ, അതായത് ഭക്ഷണം കാര്യങ്ങൾ, മുളക് പൊടി, മല്ലിപ്പൊടി, ചോറ്, മീന്, അങ്ങനെയുള്ള കുറേ ചക്ക അരിഞ്ഞു വെച്ചിരുന്നു, അതെല്ലാം ഫ്രിഡ്ജിൽ കാണുന്നില്ല. അത് കഴിഞ്ഞ ശേഷം അന്നേരം തന്നെ പോലീസ് വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് നോക്കി. വൈകിട്ടൊരു 8:30 അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞു, ഒരു 9 മണിയോളം ആയപ്പോൾ നോക്കിയപ്പോഴാണ് ജനലിൻ്റെ കമ്പി മുറിച്ച് വെച്ചേക്കുന്നത് കാണുന്നത്. കമ്പിയല്ല, മറ്റേ പടി. പിന്നെ അവിടെ നോക്കി വേറെ സാധനങ്ങളൊന്നും പോയില്ല. വേറെ അലമാരിയൊക്കെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, അലമാരിക്കകത്തൊന്നും ഒരു സാധനമൊന്നും പോയില്ല. മുളക് പൊടി, മല്ലിപ്പൊടിയില്ല, കാപ്പിപ്പൊടി, എണ്ണ, കുരുമുളക് പൊടി, പിന്നെ പൊടി ഐറ്റങ്ങൾ കംപ്ലീറ്റ്, പഞ്ചസാര, പിന്നെ പുളിയെ, പിന്നെ നമ്മുടെ പാചകം വയ്ക്കാൻ പറ്റിയ പയറ്, മീന്, അങ്ങനെയുള്ള സാധനങ്ങൾ, ആഹാര സാധനങ്ങളാണ് കംപ്ലീറ്റ് പോയേക്കുന്നത്. അപ്പുറത്ത് ഒരു വീട്ടിൽ നടന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെ കുഞ്ഞു രാവിലെ 9 മണിക്ക് സ്കൂളിൽ പോയി, 12 മണിയായപ്പോൾ വന്നു. 12 മണിക്ക് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ അരിയെല്ലാം കൂടെ കുടഞ്ഞിട്ടേക്കുന്നതായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു. നാട്ടുകാർ വളരെ വലിയ ആശങ്കയിലാണ്. വനവുമായി ബന്ധപ്പെട്ട് വനത്തിനുള്ളിൽ തമ്പടിച്ചിട്ടുള്ള ഏതെങ്കിലും തീവ്രവാദ സംഘടനകളോ മാവോയിസ്റ്റ് പോലെയുള്ള മറ്റേതെങ്കിലും ഗ്രൂപ്പുകളോ ആണോ ഇതിന് പിന്നിൽ എന്നാണ് നാട്ടുകാരുടെ സംശയം. മുമ്പ് എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരേ സമയം 2 വീടുകളിൽ നിന്ന് ഇന്നലെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ആണ് ആദ്യ വീട്ടിൽ മോഷണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് സംശയിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതാകട്ടെ അരിയും മറ്റ് പലവ്യഞ്ജന സാധനങ്ങളുമാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ആ വീട്ടിലുള്ള സകല സാധനങ്ങളും മോഷ്ടാക്കൾ കവർന്നു കൊണ്ടുപോയി. ആദ്യത്തെ വീട്ടിൽ നിന്ന് കുറച്ച് അരി അവിടെ ബാക്കി വെച്ചിട്ടാണ് പോയതെങ്കിൽ രണ്ടാമത്തെ വീട്ടിൽ നിന്ന് അടുപ്പത്തിരുന്ന മീൻചട്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജിലിരുന്ന മറ്റുള്ള സാധനങ്ങൾ ഉൾപ്പെടെ മീൻചട്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മോഷ്ടാക്കൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇതുവഴി കയറിയാല് ഇതിൻ്റെ ഇവിടെ ഒരു പോപ്പരയുണ്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ ഇവിടെ വന്നപ്പം അവിടെ ഒരു മൺചട്ടി കിടന്ന് മീൻകറി വെച്ച ചട്ടിയാണ്, അത് അവിടെ കിടന്ന് കെട്ടിയിട്ടുണ്ട്. അതുവഴി കയറിയാണ് മേപ്പോട്ട് കയറി പോയിരിക്കുന്നത്. ഇതിൻ്റെ തടംപടി 1 കിലോമീറ്റർ എന്ന വനമാണ്. ആ വനത്തിൽ കയറിയാൽ 2-3 റൂട്ടുണ്ട്. നമ്മുടെ പന്നുകുന്നിൽ ഇറങ്ങി പോകുന്ന വഴിയുണ്ട്, വെയിലത്തോട്ട് മെയിൻ റോഡിൽ ബസ് പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് റോഡ് കിടപ്പുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അവിടെയൊക്കെ റേഞ്ചില്ലാത്ത ഏറികളാണ്. ഷെഡ് കെട്ടിക്കിടക്കാനുള്ള സൗകര്യമുള്ളവരുണ്ട്, വനത്തിൽ കയറാൻ സൗകര്യമുള്ളവരുണ്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചാലേ അറിയത്തുള്ളൂ. ഇപ്പം ഫോറസ്റ്റിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്, അവരിപ്പം വരുന്നുണ്ട്, ഫോറസ്റ്റുകാരെല്ലാം വരുന്നുണ്ട്. അവരിവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ അവരോട് ഞങ്ങൾ സഹകരിക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ വനത്തിൽ പോയി ഷെഡ് കെട്ടിയതോ അടയാളങ്ങളോ, പിന്നെ 2 ഏറുമാടം ഉണ്ട്. ഞങ്ങൾ പയർ വാച്ചറായിട്ട് ഇപ്പോൾ ഏറുമാടം കെട്ടിയിട്ടുണ്ട്. ആ ഏറുമാടം പോയി നോക്കണം, അവിടെ രാത്രി വന്ന് താമസിച്ചിട്ടുണ്ടോ, അവരെ കിടന്ന പാടുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങളൊന്ന് കൂടാൻ പറഞ്ഞു. ഇത് ഭക്ഷണത്തിന് വേണ്ടി മാത്രം നടത്തിയ ഒരു മോഷണം ആയതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ള ആളുകൾ മറ്റ് ഉദ്ദേശത്തോടു കൂടി, ഏതെങ്കിലും തരത്തിലുള്ള മറ്റുദ്ദേശത്തോടു കൂടി കാട്ടിൽ തമ്പടിച്ച് ദിവസങ്ങളായി കാട്ടിൽ താമസിക്കുകയും അവരുടെ ഭക്ഷണം തീർന്നു പോയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു മോഷണത്തിന് മുതിർന്നിട്ടുള്ളത് എന്നുമാണ് നാട്ടുകാരുടെ ബലമായ സംശയം. മാവോയിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ വനങ്ങളിൽ തമ്പടിക്കുന്ന കാലഘട്ടത്തിൽ ഇത് വളരെ ഗൗരവതരമായി കാണേണ്ടത് തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഭക്ഷണ സാധനങ്ങൾ മോഷണം പോകുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. വനത്തിനോട് ചേർന്ന വീടുകളാണ് 2 വീടുകളും. 2 വീട്ടിലും ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. മറ്റ് സാധനങ്ങളൊന്നും തന്നെ മോഷ്ടിക്കപ്പെട്ടിട്ടുമില്ല. ആഹാര സാധനങ്ങൾ മാത്രമാണ് മോഷണം പോയത്. സ്വാഭാവികമായും വനത്തിനുള്ളിൽ താമസിക്കുന്ന ഏതെങ്കിലും വേട്ടക്കാരുടെ സംഘമാകാം എന്ന് സംശയിക്കുന്നുണ്ട്. ഫോറസ്റ്റുകാർ നിലവിൽ നാട്ടിൽ മുറിക്കുന്ന മരങ്ങളുടെ പുറകെ നടക്കുകയാണ്. വനത്തിനുള്ളിൽ കയറുന്നതിന് വേണ്ടി അവർ തയ്യാറാവുന്നില്ല. നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാട്ടുകാർക്കൊപ്പം വനത്തിനുള്ളിൽ പരിശോധന നടത്താൻ വേണ്ടി അവർ കയറിയിട്ടുണ്ട്. വനത്തിനുള്ളിൽ ഇവരുടെ പരിശോധന കർശനമാക്കണം. വനം വകുപ്പ് തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ഏറുമാടങ്ങൾ നിരവധി വനത്തിനുള്ളിലുണ്ട്. ഇങ്ങനെയുള്ള നായാട്ട് സംഘങ്ങൾക്കെല്ലാം താമസിക്കാൻ അത് ഉപകാരപ്രദം കൂടിയാണ്. അതൊന്നും പരിശോധിക്കുന്നതിന് വേണ്ടി വനപാലകർ കൂടുതൽ ഊർജ്ജസ്വലമായി ഇടപെടണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. മരംമുറി പ്രശ്നം കൊണ്ട് കുപ്രസിദ്ധമായ കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷന് ഏതാണ്ട് 300 മീറ്റർ മാത്രം അകലെയാണ് ഈ 2 വീടുകൾ എന്നുള്ളത് പ്രശ്നത്തിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നതാണ്. വനത്തിൽ നിന്നും ഇത്രയും അടുത്ത് കിടക്കുന്ന ഫോറസ്റ്റ് സ്റ്റേഷൻ ഉള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഈ ആളുകൾ കാട്ടിൽ നിന്ന് വന്ന് നാട്ടിലിറങ്ങി ഇങ്ങനെ മോഷണങ്ങൾ നടത്തുന്നത് ഫോറസ്റ്റുകാരുടെയോ മറ്റു ഉദ്യോഗസ്ഥരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശ്ചര്യകരം. വനത്തിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ മാത്രം അകലെയാണ് ഈ 2 വീടുകളും എന്നുള്ളത് പ്രശ്നത്തിന്റെ ഗൗരവം ഏറെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കാട്ടിൽ മറ്റു പല സ്ഥലങ്ങളിലുമായി ഏറുമാടങ്ങളും വാച്ച് ടവറുകളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇവരുടെ ഒളിസങ്കേതം എന്ന് കരുതപ്പെടുന്നു. വനത്തിനുള്ളിൽ തമ്പടിച്ചിരിക്കുന്ന ഏതെങ്കിലും സംഘടനകളോ അതുപോലെ വേട്ടക്കാരോ അങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മറ്റാരെങ്കിലുമോ ആയിരിക്കാം ഇതിന് പിന്നിൽ എന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഇടപെടൽ ഈ കാര്യത്തിൽ ആവശ്യവുമാണ്.
ഫോറസ്റ്റുകാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടുകൂടെ കൊച്ചുകോയിക്കൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനപാലകർ ഇന്ന് ഇപ്പോൾ ഈ സംഘത്തെ തിരക്കി കാട്ടിലേക്ക് യാത്രയായിട്ടുണ്ട്.